എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കോൺടാക്ട് സ്പോർട്സ് ഇഞ്ചുറീസിനെ കുറിച്ചാണ്. കോൺടാക്ട് സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ സ്പോർട്സ് ഫീൽഡിൽ രണ്ട് പേര് കൂട്ടിമുട്ടുമ്പോൾ അവരുടെ സന്ധികൾക്ക് ഉണ്ടാവുന്നതായിട്ടുള്ള ഡാമേജസ് ആണ് കോൺടാക്ട് സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. അത് ഏത് ജോയിൻസിനും ഏത് മസിൽസിനും ഏത് ബോൺസിനും ആ ഒരു ഇഞ്ചുറി വരാൻ സാധ്യതയാണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഷോൾഡർ ഇഞ്ചുറീസ് ആണ് കാണുന്നത്, എൽബോ ഇഞ്ചുറീസ് കാണുന്നുണ്ട്. പിന്നെ മുട്ടിൻ്റെ ഫുട്ബോൾ പ്ലെയേഴ്സിനും ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സിനും ഓടുന്നവർക്കെല്ലാം കാണുന്നത് മുട്ടിൻ്റെ ഭാഗങ്ങളിലാണ് ഏറ്റവും അധികം ഇഞ്ചുറീസ് കാണുന്നത്. പിന്നെ അതുകൂടാതെ ആങ്കിൾ ഇഞ്ചുറീസും വളരെ കോമൺ ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ലിഗമെൻറ്റ്സ് നഷ്ടപ്പെടുന്നതും ലിഗമെൻറ്റ്സ് മുറിഞ്ഞു പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. വളരെ കോമൺ ആയിട്ട് ലിഗമെൻറ്റ്സ് മുറിയുന്നത് കാരണം എന്താ സംഭവിക്കുന്നത്? ആ ജോയിൻറ്റിന് സ്റ്റെബിലിറ്റി ഇല്ലാതെ അടുത്ത് ഉള്ള മജ്ജകൾക്ക് പിന്നീട് ഡാമേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഷോൾഡറിൽ പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ റപ്ചർ, അതായത് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ് എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അതുകൂടാതെ ലേബ്രൽ ഇഞ്ചുറീസ്, അതായത് ആ സോക്കറ്റിന് ചുറ്റിലും ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു ബീഡിങ്, അതായത് അതിന് ചുറ്റിലും ഉണ്ടാവുന്ന ഒരു ഷോക്ക് അബ്സോർബർ ആണ് ലേബ്രം എന്ന് പറയുന്നത്. ലേബ്രൽ ഇഞ്ചുറീസും വളരെ കോമൺ ആയിട്ട് നമ്മൾ ഷോൾഡറിൽ കാണാറുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ഉടൻ തന്നെ കളിക്കാരന് ഉണ്ടാകുന്നതായിട്ടുള്ള അസ്വസ്ഥതകൾ, മുട്ടിൻ്റെ ഭാഗങ്ങളിൽ സ്വെല്ലിംഗ് ഉണ്ടാകുന്നു. അത് പെട്ടെന്ന് ഒരു ബ്ലീഡിങ് കാരണം അദ്ദേഹത്തിൻ്റെ ജോയിൻസ് മൊത്തവും രക്തം കൊണ്ട് നിറയുന്നു. കളിക്കാൻ പറ്റാത്ത ഒരു ഇൻസ്റ്റെബിലിറ്റി, മുട്ടിൻ്റെ ഇടയിൽ അസ്ഥികൾക്ക് ഇടയിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത് കാരണം നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് നീങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു റെസ്റ്റ്, ഇമ്മൊബിലൈസേഷൻ, ഐസ് കംപ്രഷൻ, പിന്നെ കംപ്രഷൻ ആൻഡ് എലവേഷൻ RICE എന്നതായിട്ടുള്ള നിമോണിക് യൂസ് ചെയ്ത് ഉള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അത് കഴിയുമ്പോൾ അടുത്തത് ചെയ്യേണ്ടത് ഒരു ഡോക്ടറിനെ കാണുമ്പോൾ എക്സ്റേസ് എടുക്കുന്നു. അതുകൂടാതെ MRI സ്കാനിങ് ചെയ്യുമ്പോൾ മുട്ടിൻ്റെ ഇടയിലുള്ള മജ്ജകളെക്കുറിച്ച് നമ്മൾക്ക് എത്രയും അതിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് ഒരു കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, അതായത് ശസ്ത്രക്രിയ ഒന്നുമില്ലാതെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ റെസ്റ്റും ഇമ്മൊബിലൈസേഷൻ വെച്ച് ഫിസിയോതെറപ്പി വെച്ച് റീഹാബിലിറ്റേറ്റ് ചെയ്ത് വീണ്ടും സ്പോർട്സിലോട്ട് നയിക്കാൻ പറ്റും. അല്ല, ഒരു നല്ല രീതിയിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കീ ഹോൾ സർജറി, അതായത് ആർത്രോസ്കോപ്പിക് സർജറി മുഖാന്തരം ഈ ലിഗമെൻറ്റ്സിനെയും ഈ ലേബ്രൽ ഇഞ്ചുറീസും മെനിസ്കൽ ഇഞ്ചുറീസ് ഇതെല്ലാം നമുക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യാനും പറ്റും. ഈ കാലങ്ങളിൽ നമുക്ക് കാർട്ടിലേജ് റിപ്പയർ പോലും ചെയ്യുവാൻ ഈ ആർത്രോസ്കോപ്പിക് സർജറി മുഖാന്തരം ചെയ്യാൻ കഴിയും. ഈ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ പ്രൊഫഷണൽ സ്പോർട്സ് ആണെങ്കിലും അല്ലാതെ നമ്മളുടെ റിക്രിയേഷണൽ സ്പോർട്സിലാണെങ്കിലും ഈ ഡാമേജസിനെ ശരിക്കും നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കളിക്ക് പോകുന്നതായിരിക്കും നല്ലൊരു അഡ്വൈസ്. അല്ലെങ്കിൽ അത് കാരണം ആദ്യമുണ്ടായ ഇഞ്ചുറി കാരണം വീണ്ടും ഒരു ജോയിൻറ്റിന് ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെയധികമാണ്. അത് തേയ്മാനത്തിലോട്ട് നയിക്കാം.